നമസ്കാരം. കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ 5 ക്ലാസ്സുകളിലായിട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിലെ ചില മിസ്സായ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കാം. കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ഒന്നാമത്തെ ഒരു ഭാഗമാണ് ഓഡിറ്റ് പ്രോഗ്രാം. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം? നമുക്ക് നോക്കാം. Means a program prepared by the auditor on the basis of quantity and items of work to be done in a cooperative society for each day or month or year. കോപ്പറേറ്റീവ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതൊരു ടൈം ടേബിൾ ആണ്, ഒരു പ്ലാനിങ് ആണ്. ഓഡിറ്റർ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഒരു സൊസൈറ്റീസിൽ വന്ന് ഓഡിറ്റ് ചെയ്യണം, അതിനെപ്പറ്റിയെല്ലാം നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓഡിറ്റ് പ്രോഗ്രാം ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓഡിറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഐറ്റം ഓഫ് വർക്ക്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എത്രത്തോളം തരത്തിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി, അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി, മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ഒരു പ്ലാനിങ് റിപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം വഴി നമുക്കറിയാം ഒരു ദിവസം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആഴ്ച ഏതെല്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കണം, ഒരു മാസം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ഒരു വർഷം ആകുമ്പോഴത്തേക്ക് എത്രയെല്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇതെല്ലാം പറയുന്നത് എന്തിലാണ്? ഓഡിറ്റ് പ്രോഗ്രാം വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം പോലും മിസ്സാവാതെ, നഷ്ടപ്പെടാതെ, ഒരു കാര്യം പോലും ചെക്ക് ചെയ്യാതെ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത ഒരു പ്ലാനിങ് റിപ്പോർട്ടായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ, ഒരു ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഓഡിറ്റർ ആണ്. ഓഡിറ്റ് പ്രോഗ്രാം ആർ പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ആൻഡ് അപ്രൂവ്ഡ് ബൈ DCA. അഡ്വാൻസ് ആയിട്ട് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്ന ഒരു പ്ലാനിംഗ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം, പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ. ഓഡിറ്റർ സ്വമേധയായാണ് ഈ പറയുന്ന ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത്. എന്തെല്ലാം ഇനി ചെയ്യണം, എങ്ങനെയൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകണം, ഇതെല്ലാം ഓഡിറ്റ് പ്രോഗ്രാമിലാണ് പറയുന്നത്. അത് തയ്യാറാക്കിയിട്ട് അത് ആര് അപ്രൂവ് ചെയ്തിരിക്കണം? DCA അപ്രൂവ് ചെയ്തിരിക്കണം. DCA ആരാണ്? നമ്മൾ പഠിച്ചതാണ്. DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റ് വിങ്ങിന്റെ ഹയർ അതോറിറ്റിയാണ് ആരെന്ന് പറയുന്നത്? DCA എന്ന് പറയുന്നത്. DCA അപ്രൂവ് ചെയ്താൽ മാത്രമേ ഓഡിറ്റ് പ്രോഗ്രാം വാലിഡ് ആവത്തുള്ളൂ. ദ ഓഡിറ്റർ ക്യാരി ഔട്ട് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഗ്രാം. ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, നടപ്പാക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഈ പറയുന്ന ഓഡിറ്റ് പ്രോഗ്രാമിന് അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ ആണല്ലോ. അതാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം. അടുത്തത് വേരിയസ് സ്റ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ ബൈ എ കോപ്പറേറ്റീവ് ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്തെല്ലാം വർക്കുകളാണ്, ഏതെല്ലാം സ്റ്റേജുകളിലൂടെയാണ് ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചതാ. സ്റ്റേജസ് ഇൻ ഓഡിറ്റ് വർക്ക്. ഈ കറക്റ്റായിട്ട് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. കാര്യം മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്, രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? ഈ പറയുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റേജസ് ആയിട്ട് വരാത്തത് ഏത്, ആദ്യം വരേണ്ടത് ഏത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പം വേരിയസ് സ്റ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ ബൈ കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഏതെല്ലാം സ്റ്റേജിലൂടെയാണ് കടന്നു പോകേണ്ടത്? ഒന്നാമത്തെ ഓഡിറ്റ് ആണ് മെക്കാനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് മെക്കാനിക്കൽ ഓഡിറ്റ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് വർക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജ് ആണ് മെക്കാനിക്കൽ ഓഡിറ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? മെക്കാനിക്കൽ ഓഡിറ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഓഡിറ്റ് ഫസ്റ്റ് സ്റ്റേജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സെക്കൻഡ് സ്റ്റേജ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് തേർഡ് സ്റ്റേജ്. അതുപോലെ തന്നെ നാലാമത്തെ അഥവാ ഫൈനൽ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സമ്മറി ഡിഫക്ട്സ്. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടും സമ്മറി ഡിഫക്ട്സും ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഓഡിറ്റ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർ നടത്തേണ്ട ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സമ്മറി ഓഫ് ഡിഫക്ട്സ്.
ഓക്കെയാണ്. ഇതിന്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അടുത്തത് മെക്കാനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് സ്റ്റേജിലെ ഒരു ഓഡിറ്റർ, കോപ്പറേറ്റീവ് ഓഡിറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് മെക്കാനിക്കൽ ഓഡിറ്റ്. Mechanical audit aims at ensuring the accuracy of account recorded in the books of society. It includes vouching, auditing of day book with the general ledger, checking of personal ledger, admission register, etc. It includes routine checking. Mechanical audit എന്നൊന്നും വെച്ചാൽ ഒന്നുമില്ല. മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഒരു മെഷീൻ ചെയ്യുന്ന ജോലി. ഓക്കെ ആണല്ലോ. അതിന് പ്രത്യേകിച്ച് ബുദ്ധിയുടെ കാര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് അറിയണമെന്നോ അതിന്റെ കണക്കും കാര്യങ്ങളും പ്രിൻസിപ്പിളും ഒക്കെ അറിയണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ബുദ്ധി ആവശ്യമില്ലാത്ത ഒരു ഓഡിറ്റ് വർക്കാണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ ഡേ ടു ഡേ ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവിടേക്ക് വന്ന വൗച്ചേഴ്സും എല്ലാം ഈ പറയുന്ന ഒറിജിനൽ രജിസ്റ്ററുമായിട്ട് ചെക്ക് ചെയ്യുക, പരസ്പരം ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്ന ഒരു റൊട്ടീൻ ചെക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എയിംസ് അറ്റ് എൻഷുറിംഗ് ദ ആക്യുറസി ഓഫ് അക്കൗണ്ട്. ആ ഒരു അക്കൗണ്ടിന്റെ ആക്യുറസി, കൃത്യത പരിശോധിക്കുക എന്നുള്ളതാണ് മെക്കാനിക്കൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എന്തൊക്കെയായിട്ടാ ആ ഒരു ഓഡിറ്റിങ്ങിന്റെ ഡേ ബുക്ക് വിത്ത് ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറും ഡേ ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും. ചെക്കിംഗ് ഓഫ് പേഴ്സണൽ ലെഡ്ജർ, അഡ്മിഷൻ രജിസ്റ്റർ, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്, ഈ പറയുന്ന മെക്കാനിക്കൽ ഓഡിറ്റിന്റെ ഭാഗമാണ്. Under mechanical audit, auditor carry out audit as per the provision of Act and Rule. മെക്കാനിക്കൽ ഓഡിറ്റ് പ്രകാരം ഓഡിറ്റർ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, ഓഡിറ്റ് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ അണ്ടർ ആക്ട് ആൻഡ് റൂള്. ആക്ടിൻ റൂളിനും അനുസരിച്ച് മാത്രമേ ഈ പറയുന്ന മെക്കാനിക്കൽ ഓഡിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അവിടെ കാൽക്കുലേഷനും ഒന്നും തന്നെയില്ല. ജസ്റ്റ് അങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, ശരിയാണോ, കൃത്യമാണോ എന്ന് പരിശോധിക്കുക മാത്രമാണ് മെക്കാനിക്കൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോപ്പറേറ്റീവ് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം, ഭരണസമിതി. ആ ഒരു സൊസൈറ്റിയുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി കറക്റ്റ് ആണോ, ശരിയാണോ, നന്നായിട്ടാണോ പോകുന്നത് എന്ന് പരിശോധിക്കുന്ന ഒരു ഓഡിറ്റിംഗ് ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ചോദിച്ചതാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, ഒരു മെക്കാനിക്കൽ ഓഡിറ്റ് മാത്രമല്ല, അത് എന്തുകൂടിയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് എന്ന് പറയുന്നത്, ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററിന്റെ ആ ഒരു ജോലി എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിംഗ് കൂടിയാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്? ഇറ്റ് ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡ് കൂടി, ഈ ബുക്ക് ഓഫ് അക്കൗണ്ട് റെക്കോർഡ്സ് മാത്രം പരിശോധിക്കുക മാത്രമല്ല, ആ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സൈഡ്, എന്തെല്ലാം അവിടുത്തെ ഭരണസമിതി, അവിടുത്തെ മാനേജിങ് കമ്മിറ്റി, അവിടുത്തെ കോറം, അവിടുത്തെ എലക്ഷൻ, ഇതിൻ്റെ എല്ലാം, അവിടുത്തെ പ്രൊമോഷൻ, അവിടുത്തെ ഓരോരോ ആൾക്കാരുടെ മെമ്പറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഓഡിറ്റിംഗ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Under administrative audit, the auditor verify any irregularity or violation of the act, rule and bylaw during the time of working of society. ആ ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അതിൻ്റെ ആക്ടിനോ റൂളിനോ ബൈലോയ്ക്ക് എതിരായിട്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ എന്ത് സഹായിക്കുന്നു? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സഹായിക്കുന്നു. അവിടെ കറക്റ്റ് ആയിട്ടാണോ അവിടെ പ്രൊമോഷൻ കൊടുത്തത്, അവിടുത്തെ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുത്തത് കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്താണോ, അതുപോലെ തന്നെ ഏതെങ്കിലും മെമ്പറിനെ അവിടെ എക്സ്പെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടാണോ, അവിടുത്തെ ട്രാൻസാക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, അവിടുത്തെ ഇലക്ഷൻ നടത്തിയിട്ടുള്ളത് ശരിയായ രീതിയിൽ ഇലക്ഷൻ നടത്തിയാണോ അവിടെ ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. He also verify that the duty and responsibility of board of directors, ഈ പറയുന്ന ഓഡിറ്റ് അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്തെല്ലാം ചെക്ക് ചെയ്യണം? ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എല്ലാ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും അളക്കണം. ഹാവ് കറക്റ്റ്ലി ഡൺ, ശരിയായിട്ടാണോ അവർ ചെയ്തിട്ടുള്ളത്?
ടേം ഓഫ് മാനേജിങ് കമ്മിറ്റി. ആ ഒരു മാനേജിങ് കമ്മിറ്റിയുടെ കാലാവധി ശരിയായിട്ടാണോ മുന്നോട്ട് പോകുന്നത്, അവർ കാലാവധി കഴിഞ്ഞിട്ട് തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ കാലാവധി കഴിയുന്നതിന് മുമ്പ് പുതിയ കമ്മിറ്റി വന്നിട്ടുണ്ടോ, ജനറൽ ബോഡി ഹെൽഡ് ടൈമിലി, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ജനറൽ ബോഡി കറക്റ്റ് സമയത്ത് വിളിച്ചു കൂട്ടുന്നുണ്ടോ, ഫോളോ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ അപ്പോയിന്റ്മെന്റ് എക്സെട്ര, അവിടെ കറക്റ്റായിട്ടാണോ അപ്പോയിന്റ്മെന്റുകളൊക്കെ നടക്കുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണോ അപ്പോയിന്റ്മെന്റുകളൊക്കെ നടക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ സൈഡ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിനെ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇത് ഫിനാൻഷ്യൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആണ്. വേരിയസ് സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മെക്കാനിക്കൽ ഓഡിറ്റ്, സെക്കൻഡ് സ്റ്റേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, തേർഡ് സ്റ്റേജ് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. In a cooperative audit, the auditor himself prepare the financial statement. മറ്റുള്ള കമ്പനിയുടെയോ ബിസിനസിനെ പോലെയല്ല കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് ഓഡിറ്റർ സ്വമേധയാ ഓഡിറ്റർ തന്നെയാണ് ആ ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തയ്യാറാക്കുന്നതും പരിശോധിക്കുന്നതും എല്ലാം ആര് തന്നെയാണ്, ഓഡിറ്റർ തന്നെയാണ്. പ്രിപ്പറേഷൻ ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഇയർ. എന്തെല്ലാമാണ് അയാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെന്റുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് R&D സ്റ്റേറ്റ്മെന്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ട്രേഡിംഗ്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അവിടുത്തെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, R&D സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തയ്യാറാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഓഡിറ്റർ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഓഡിറ്റർ ആണ്. ദ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് മറ്റ് ബിസിനസ് ഓർഗനൈസേഷനെ പോലെ ട്രയൽ ബാലൻസിന് പകരമാണ് R&D സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് തയ്യാറാക്കുന്നത് ആര് തന്നെയാണ്, ഓഡിറ്റർ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത് ആര് തന്നെയാണ്, ഓഡിറ്റർ തന്നെയാണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച്, കോപ്പറേറ്റീവ് ഓഡിറ്ററെ സംബന്ധിച്ച് അവിടുത്തെ എല്ലാ തരത്തിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ടും തയ്യാറാക്കുന്നത് ആര് തന്നെയാണ്, കോപ്പറേറ്റീവ് ഓഡിറ്റർ തന്നെയാണ്. നാലാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സമ്മറി ഓഫ് ഡിഫക്ട്സ്. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഡിഫക്ട്സുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി എഴുതി വെക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. The auditor should firstly enter the defects remark observation in the left hand side of the defect rectification register. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കുറച്ചധികം പേജുകളുള്ള ഒരു ബുക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ auditor should firstly enter the defects. ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിഫക്ട്സുകളൊക്കെ സംഭവിച്ച് തെറ്റുകൾ, പ്രശ്നങ്ങൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതൊക്കെ റിമാർക്ക് ചെയ്യണം. അയാളുടെ ഒബ്സർവേഷൻ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഈ പറയുന്ന ഡിഫക്ട്സും ഒബ്സർവേഷനും റിമാർക്സുകളും ഒക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടത്. അതുപോലെ തന്നെ ആഫ്റ്റർ ഡിഫക്ട്സ് ഹാസ് ബീൻ റെക്ടിഫൈഡ്. ഡിഫക്ട്സുകളെല്ലാം റെക്ടിഫൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ by the chief executive, his rectification is recorded in the right hand side of the rectification register. ഓർത്ത് വെച്ചോണേ. അപ്പൊ ആദ്യം ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിഫക്ട്സുകളെല്ലാം അങ്ങോട്ട് എഴുതി വെക്കും. അവിടുത്തെ ഒബ്സർവേഷനും റിമാർക്സുകളും എല്ലാം നോട്ട് ചെയ്ത് വെക്കും. അതിൻ്റെ എല്ലാം പരിഹാരം എന്നോണം അതെല്ലാം പരിഹരിച്ച് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് ചീഫ് എക്സിക്യൂട്ടീവ് ആ ഒരു ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കും. If any defects remain not rectified till the finalization of audit, it will be included in the summary of defects appended in the audit note.
ഓഡിറ്റ് നോട്ടിന്റെ ഒരു ഭാഗമാണ് സമ്മറി ഓഫ് ഡിഫക്ട്സ്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഡിഫക്ട്സുകളൊക്കെ പരിഹരിച്ച റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ചു, ചീഫ് എക്സിക്യൂട്ടീവ് രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ ചില റെക്ടിഫിക്കേഷൻസുകളൊക്കെ, ഇഫ് എനി ഡിഫക്ട്സ്, ചില തെറ്റുകളൊക്കെ റിമെയിൻ, ബാലൻസ് വരുവാണെങ്കിൽ, തെറ്റ് തിരുത്താതെ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ, ടിൽ ദ ഫൈനലൈസേഷൻ ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിങ്ങിന്റെ അവസാനം വരെ, ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് വരെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആ മിസ്റ്റേക്കുകളോ ഇററുകളോ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഇൻ ദ സമ്മറി ഓഫ് ഡിഫക്റ്റ് അപ്പൻഡഡ് ഇൻ ദ ഓഡിറ്റ് നോട്ട്. ഓഡിറ്റ് നോട്ടിന്റെ ഭാഗമായിട്ടുള്ള സമ്മറി ഓഫ് ഡിഫക്ട്സിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് തയ്യാറാക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഫർണിഷ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ എലോങ് വിത്ത് ദ സമ്മറി ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിനോടൊപ്പം തന്നെ എന്തു ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? സമ്മറി ഓഫ് ഡിഫക്ട്സും കോപ്പറേറ്റീവ് ഓഡിറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ ആണ്. അടുത്തത് സമ്മറി ഓഫ് ഡിഫക്ട്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, തെറ്റ് പരിഹരിക്കപ്പെടാത്ത മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് സമ്മറി ഓഫ് ഡിഫക്ട്സിൽ ഉൾപ്പെടുത്തുന്നത്. എന്താണ് സമ്മറി ഓഫ് ഡിഫക്ട്സ്? It is a statement which contain observation made by the auditor, irregularity if any, suggestion for their rectification. Summary of defects contain two parts, part A and B. ഇത്തരത്തിൽ ഏതെങ്കിലും ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിലെ ഈ പറയുന്ന റോങ് ഒബ്സർവേഷൻസ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കാണ് സമ്മറി ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അവിടെ സമ്മറി ഓഫ് ഡിഫക്ട്സിൽ 2 പാർട്ടുകളുണ്ട്. എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. ഓക്കെ ആണല്ലോ. സമ്മറി ഓഫ് ഡിഫക്ട്സ് 2 കോളമായിട്ടാണ് എഴുതുന്നത്. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും തിരിക്കുന്നു. സീരിയസ് ആൻഡ് മോണിറ്ററി ഡിഫക്ട്സ് വിച്ച് റിക്വയർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട് ബി. അപ്പോൾ പരിഹരിക്കപ്പെടാത്ത തെറ്റ്, അതുപോലെ തന്നെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള മോണിറ്ററി ഡിഫക്ട്സുകളൊക്കെ എവിടെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ പാർട്ട് എയിലാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. സമ്മറി ഓഫ് ഡിഫക്ട്സിൽ പാർട്ട് എയിലാണ് സീരിയസ് ഡിഫക്റ്റുകളൊക്കെ എൻട്രി ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ മൈനർ ഡിഫക്ട്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാർട്ട് ബിയിലാണ്. സമ്മറി ഡിഫക്ട്സ്, സമ്മറി ഓഫ് ഡിഫക്ട്സിൽ 2 പാർട്ടുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിലാണ് സീരിയസ് ഡിഫക്റ്റും, പാർട്ട് ബിയിൽ എന്തുവാണ്? മൈനർ ഡിഫക്റ്റുമാണ് എൻട്രി ചെയ്യുന്നത്. Every cooperative society should maintain defect rectification register under Rule 29 and keep for 5 years under Rule 31. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റൂൾ 29 പ്രകാരമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ റൂൾ 29 എന്തുവാണ്? ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂളാണ് റൂൾ 29. ആൻഡ് കീപ് ഇറ്റ് ഫോർ 5 years അണ്ടർ റൂൾ 31. ഈ പറയുന്ന ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന്റെ എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി പറയുന്ന റൂളാണ് റൂൾ 31. എത്രയാണ് അതിന്റെ കാലാവധി? ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എത്ര നാൾ സൂക്ഷിക്കാം? 5 വർഷം വരെ. 5 വർഷം വരെയാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന്റെ ലിമിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. പെർമനന്റ് ബുക്കൊന്നുമല്ല, അതിന് കാലാവധിയുണ്ട്, 5 വർഷമാണ്. The auditor should present the discuss and such summary of defects and offering his suggestion in the board of meeting the society before submitting his audit report. Routine checking is a part of vouching. ഇതോടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. വൗച്ചിങ്ങിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? റൊട്ടീൻ ചെക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെക്കാനിക്കൽ ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റൊട്ടീൻ ചെക്കിംഗ്. റൊട്ടീൻ ചെക്കിംഗ് എന്തിന്റെ ഭാഗമാണ്? വൗച്ചിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. The auditor should present and discuss such summary of defects. ഓഡിറ്റർ ഈ പറയുന്ന 5 വർഷം വരെയാണ് ഈ ഡിഫക്ട്സ്, സമ്മറി ഓഫ് ഡിഫക്ട്സ് സൂക്ഷിക്കുന്നത്. ആ 5 വർഷത്തിനിടയായിട്ടുള്ള ഏതൊരു മീറ്റിങ്ങിലും ഈ പറയുന്ന ഓഡിറ്ററിന് ഇത് പ്രസന്റ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യാനുള്ള ഒക്കെ അധികാരമുണ്ട്. ആൻഡ് ഓഫർ ചെയ്യാം. എന്ത് ഓഫർ ചെയ്യാം? ഈ സജഷൻ ടു ദ ബോർഡ് ഓഫ് മീറ്റിംഗ്. ആ ഒരു ബോർഡ് മീറ്റിംഗിൽ അയാളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വെക്കാം. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിന്റെ വേരിയസ് സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ചിലപ്പോൾ ഈ മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് ഉൾപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ. താങ്ക് യു.